ജിന്നുകളോട് തേടാമെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട്. ജിന്നുകളോട് തേടാമെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട്. ജിന്നുകളോട് തേടാമെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട്. ഇപ്പോൾ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കിൻ്റെ ഭാഗമാവുകയില്ല എന്ന വാദം ഒരു വിഭാഗം ആളുകൾ പറയാണ്. ഇപ്പോൾ രാത്രിയുടെ ഒരു 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച ഒന്നുകൂടി സജീവമാകുന്നത്. അത് രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരാൾ പിന്നെ ഒരു ശബ്ദം കേൾക്കുന്നു, അതൊരു ജിന്നാണെന്ന് അയാൾ വിശ്വസിക്കുന്നു, എന്നിട്ട് ആ ജിന്നിനോട് വെളിച്ചം തേടുന്നു. അങ്ങനെ വെളിച്ചം തേടിയാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതാണ്. അല്ലെങ്കിൽ ഒരാളൊരു പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നു, അവിടെ ജിന്നുണ്ടെന്ന് ഒരാൾ വിചാരിക്കുന്നു, എന്നിട്ട് ജിന്നിനോട് തേടിയാൽ ശിർക്കാകും. ഇത് ശിർക്കാണ് എന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആനിനോ പ്രവാചകൻ്റെ ചര്യയോ പരിശോധിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. സ്വാഭാവികമായും ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി. കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നാണ് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി പോകുന്നത്. അപ്പോൾ ഇതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം ഒരു പുതിയ ചിന്താഗതിയുമായിട്ട് ആളുകൾ കടന്നു വന്നു. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഒരു ചിന്ത കടന്നു വന്നു. ആ ചിന്തയായിട്ട് കുറച്ച് ആളുകൾ പുറത്തുപോയി ഇരിക്കേണ്ടത്. അതുവത്തിൽ മുജാഹിദീൻ അതിൻ്റെ ബർക്കത്തുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. പിറന്നു പോകുന്ന സമയത്ത് ഹുസൈൻ മടവൂരൊക്കെയാണ് അതിൻ്റെ തർക്കത്തിൽ തുടക്കക്കാർ. ഇപ്പോൾ ആ ഹുസൈൻ മടവൂരൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ട്. തീർച്ചയായും എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആദർശ സമ്മേളനം നടത്തേണ്ടി വന്നതെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. മോങ്ങം പ്രദേശത്ത് ഈയിടെയായി പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ 2011 തന്നെ KJU-വിൻ്റെ പേരിലുള്ള ആദർശ വിശദീകരണം ഇവിടെ നടന്നിരുന്നു. അതിനുശേഷം ഒരു മണ്ഡലം സമ്മേളനവും ഇപ്പോൾ ഒരു സംസ്ഥാന ക്യാമ്പയിൻ്റെ കേരളാടിസ്ഥാനത്തിലുള്ള ഉദ്ഘാടനവും അതിനു മുമ്പ് ഒരു മടവൂരി ചാരനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ലാസും ഇവിടെ നടന്നിരുന്നു. ഇതിലൊക്കെയും ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ അവർ വെച്ചത് ഇവർ നടത്തിയ പ്രചാരണങ്ങളുടെ ആകത്തുക മുജാഹിദുകളിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ജിന്നുകളെ വിളിച്ച് സഹായം തേടാൻ മുജാഹിദുകളിൽ ഒരു വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ പല ആളുകളും ഹംദും സ്വലാത്തും ചൊല്ലി ദീനീ സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നതല്ലേ സത്യമായിരിക്കും എന്ന് കരുതി വിശ്വസിക്കുകയും നമ്മുടെ പ്രബോധകന്മാരെയും പ്രവർത്തകരെയും ഒരുപാട് കാലം ഈ തൗഹീദിനു വേണ്ടി യത്നിച്ചവരെയും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇവിടെ മാത്രമല്ല, പലയിടത്തും. പക്ഷേ സംഘടനയും സംവിധാനങ്ങളും കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തു പറഞ്ഞാലും അത് മാത്രമേ ജനങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ടാകൂ. സംഘടനയ്ക്ക് പുറത്തുള്ളവർക്ക്, സംഘടനയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയവർക്ക് ആളുകളിലേക്ക് വിഷയം എത്തിക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു ഈ കോക്കസ് ധരിച്ചു വെച്ചത്. പക്ഷേ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണെന്നും പ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന മതേതരത്വത്തിൻ്റെ മണ്ണിലാണെന്നതും ഈ കോക്കസ് മറന്നുപോയി. ഇവിടെ പല സംഘടനകളും അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പിളരുകയും ഛിദ്രതയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലും 10 വർഷം മുമ്പ് അത് സംഭവിച്ചു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ നിലക്ക് സംഘടനയുടെ താഴെ തലങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും ചേരിപ്പോരും ഉണ്ടാകുമ്പോൾ മുകൾ തട്ടിലുള്ളവർ ഇടപെട്ട് അതൊക്കെ ഒതുക്കി തീർക്കുകയും ഐക്യത്തോടെ പോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് പതിവ്. എന്നാൽ ഈ സംഘടനയിൽ തലപ്പത്തിരിക്കുന്നവരാണ് ഗ്രൂപ്പിസത്തിന് നേതൃത്വം കൊടുക്കുന്നതും ഗ്രൂപ്പിസം ആളുകളിലേക്ക് സ്പോൺസർ ചെയ്ത് ഇട്ടുകൊടുത്ത് ഗ്രൂപ്പിസത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്നത്. ഈ സംഘടനയുടെ പൊതുസ്വത്തായ CD ടവർ ഇന്ന് ഒരു ഗ്രൂപ്പ് കോക്കസിന്റെ കയ്യിലാണ് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വന്നിരിക്കുന്നു. ഈ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി അറിയപ്പെടുന്നവർ ഇന്ന് മൊത്തം മുജാഹിദുകളുടെ പ്രസിഡന്റും സെക്രട്ടറിയും അല്ലെന്നും ഒരു കുതന്ത്ര കോക്കസിന്റെ മാത്രം പ്രസിഡന്റും സെക്രട്ടറിയുമാണ് എന്ന തരം താഴ്ന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇനിയും ഈ പ്രസ്ഥാനം അപഹസിക്കപ്പെട്ടുകൂടാ, ജനങ്ങളുടെ മുമ്പിൽ വഷളായിക്കൂടാ എന്ന നിലക്ക്
കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി മാന്യന്മാരായ ആളുകൾ ക്ഷമിക്കുകയായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാവനമായ ബാനർ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ KNM ഇലക്ഷന് മുന്നോടിയായി 2011 ജൂണിൽ ആരംഭിച്ചിട്ടുള്ള ആദർശ വിശദീകരണ യോഗങ്ങൾ തനിച്ച ഇലക്ഷൻ പ്രചാരണമായിരുന്നുവെന്ന് മുജാഹിദുകൾ മാത്രമല്ല, മുജാഹിദുകൾക്ക് പുറത്തുള്ളവർ പോലും സമ്മതിച്ചിട്ടുണ്ട്. വളരെ രഹസ്യമായ ചർച്ചകൾ നടക്കുന്ന സംയുക്ത കൗൺസിൽ എടവണ്ണ ജാമ്യയിൽ വെച്ച് നടത്തുകയും ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറെ വിളിച്ച് അത് റെക്കോർഡ് ചെയ്ത് എതിരാളികൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്താണ് അതിനുള്ള സന്ദേശം? TP പറയുന്നു, മദനി പറയുന്നു, പാലത്ത് പറയുന്നു, അബ്ദുറഹ്മാൻ സലഫി പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, ജിന്നിനെ വിളിച്ച് തേടാൻ തുടങ്ങിയിട്ടുണ്ട്, അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്, തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോവുകയാണ്. ആർക്കാണ് ഇത് ഉപകാരം ചെയ്തത്? ഈ പ്രസ്ഥാനത്തെ പല്ലുന്ന കൊമ്പിച്ച് എതിർക്കുന്ന മടവൂരികൾക്കും മറ്റുള്ളവർക്കുമാണ് അത് ഗുണം ചെയ്തത്. അത് കഴിഞ്ഞു പിന്നീടുള്ള ആദർശ വിശദീകരണങ്ങളിലും ഈ കളവ് ആവർത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സംഘടന കുതന്ത്രങ്ങളിലൂടെ കൈപ്പിടിയിൽ ഒതുക്കി. യൂണിറ്റ് തലങ്ങളിൽ മാത്രമല്ല, പലപ്പോഴും ജില്ലാ കമ്മിറ്റികളിലും മണ്ഡലം തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ വോട്ടെടുപ്പുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികൾ ഉണ്ടായി, പലയിടത്തും കയ്യാങ്കളി വരെ എത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അവസാനം സംസ്ഥാന കമ്മിറ്റിയിൽ 5ഓളം പാനലുകൾ വന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. KP ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരും നിർബന്ധിച്ചേൽപ്പിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഏറ്റെടുത്തിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്നതിന്റെ സ്ഥിതി എന്താണ്? മലപ്പുറം ജില്ലാ KNMന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേന്ന് ബഹുമാന്യനായ AP ഫോൺ ചെയ്യാണ് ഒരു കൗൺസിലർക്ക്, നാളെ ഇബ്രാഹിം മൗലവി അവതരിപ്പിക്കുന്ന പാനലിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന്. കാരണം അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു കമ്മിറ്റി അവിടെ വരണം. മലപ്പുറം ജില്ലയാണ് ഏറ്റവും വലിയ KNMന്റെ ജില്ലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറം ഈസ്റ്റ് ജില്ലയാണ്. അവിടെ വന്നാലേ കോക്കസിന്റെ സഹായത്തോടെ തനിക്ക് ജനറൽ സെക്രട്ടറി ആകാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ AP തരംതാഴ്ന്ന രാഷ്ട്രീയ കളികളിലേക്ക് നീങ്ങി. TPയുടെ കാര്യം പറയുകയും വേണ്ട, തനിച്ച രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുകയും രാഷ്ട്രീയക്കാർക്ക് പോലും കേട്ടുകേൾവിയില്ലാത്തവണ്ണം പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ ചേരിതിരിവുണ്ടാക്കുകയും ചെയ്തു. സംസ്ഥാന കൗൺസിലിൽ 5 പാനൽ വന്ന് 3 പാനൽ പിൻവലിച്ചു. അവസാനം 2 പാനൽ ബാക്കിയായി. അപ്പോൾ 2 പാനൽ അവസാനം വരുമ്പോൾ 2 പാനലിലുമുള്ള പ്രധാനപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തി ഒരു സമവായ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് പൊതുവെ എല്ലാ സംഘടനകളും ചെയ്യുക. പക്ഷേ അബ്ദുറഹ്മാൻ സലഫി വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അബ്ദുറഹ്മാൻ സലഫിയുടെ ഗ്രൂപ്പുകാർ ആവശ്യപ്പെടുന്നു. കാരണം എന്താ? അയാൾ താഴെ തലം മുതൽ കൗൺസിലർമാരെ തെരഞ്ഞെടുത്തത് കുതന്ത്രങ്ങളിലൂടെ ഈ ഗ്രൂപ്പിന് വേണ്ടി തരം താഴ്ന്ന 7ാം കിട പ്രവർത്തനങ്ങളിലൂടെയാണ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ദിവസങ്ങൾക്ക് മുമ്പ് കൗൺസിലർമാർ ഒപ്പ് ശേഖരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ തങ്ങളുടെ ഗ്രൂപ്പിന് മേൽക്കൈ കിട്ടുമെന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് അറിയാം. അതുകൊണ്ട് വോട്ടെടുപ്പ് വേണമെന്ന് ഡിമാൻഡ് ചെയ്തപ്പോ മറ്റേ പാനൽ അവതരിപ്പിച്ചാൽ പിൻവലിച്ചു, വോട്ടെടുപ്പിന് ഞങ്ങളില്ല, അതൊരു കളങ്കമായി തീരും, ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പക്ക ഗ്രൂപ്പ് പാനൽ പാസ്സാവുകയും ഒരു കോക്കസിന്റെ കമ്മിറ്റിയായി KNM സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. സുഹൃത്തുക്കളെ, ഇതൊന്നും പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല, പക്ഷെ പറയിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ നാട്ടിലെ പൊതു സ്വഭാവമുള്ള ഒരു ദീനീ സംഘടനയാണ്. സംഘടനക്കും സംവിധാനങ്ങൾക്കും സംഘടനാ ചട്ടവട്ടങ്ങൾക്കും വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത, ആദർശത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ സംഘടനാ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ അത് കർശനമാക്കുകയോ ചെയ്യാത്ത അയഞ്ഞ സ്വഭാവത്തിലുള്ള തെരഞ്ഞെടുപ്പും ചട്ടങ്ങളും ശീലങ്ങളും ഒക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് പകരം മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു കേഡർ പാർട്ടിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പത്രങ്ങളിലും മറ്റുമൊക്കെ കാണും, കേഡർ പാർട്ടികളിൽ കേട്ടുവരാറുള്ള ശാസന, താക്കീത്, ഷോക്കോസ് നോട്ടീസ് കൊടുക്കൽ, പുറത്താക്കൽ, സസ്പെൻഷൻ, വിശദീകരണം തേടൽ, സൈഡാക്കൽ എന്ന് തുടങ്ങിയ പണികളൊക്കെ ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് സസ്പെൻഷൻ കത്തുകൾ. ഈ ഗ്രൂപ്പിൽപ്പെട്ട, ഈ കോക്കസിൽപ്പെട്ട ആരെങ്കിലും പോയിട്ട് മോങ്ങത്തുണ്ടായിരുന്നു, അവൻ ജിന്നാണ്, അവന്റെ അഡ്രസ്സിങ് പറയേ, അപ്പൊ തന്നെ എഴുതി രജിസ്റ്റർ കത്ത്. ചിലർക്ക് 2 എണ്ണമൊക്കെയാ വരുന്നത്. എന്താ? ഗുരുതരമായ അച്ചടക്കലംഘനവും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും നിങ്ങളെ കുറിച്ച് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്,
പ്രാഥമിക അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇന്ന ദിവസം CD ടവറിൽ ഇന്ന കമ്മിറ്റി മുമ്പാകെ ഹാജരാകണം. എത്ര പേരെ പുറത്താക്കി തരുമോ? പുറത്താക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വെറും 3 കൊല്ലത്തേക്ക് മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട, അതും കുതന്ത്രങ്ങളിലൂടെ കയറി പറ്റിയ ഒരു കോക്കസ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരെയൊക്കെ, ഞങ്ങൾ ഇഷ്ടമില്ലാത്തവരെയൊക്കെ പുറത്താക്കി സംഘടനയും സ്ഥാപനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുമെന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ ഗുണ്ടാ സ്വഭാവത്തിലുള്ള ഭരണമാണിപ്പോൾ KNM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഓശാന പാടുന്നവരാണ് നിങ്ങളുടെ നാട്ടിലുള്ള മദനിയും മറ്റ് കുറച്ച് ആളുകളും. അത്ര തരം താഴ്ന്ന ഈ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് അവരൊക്കെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ചേരിതിരിവുണ്ടാക്കിയതിൽ പലർക്കും ദുഃഖമുണ്ട്. പക്ഷേ ദുഃഖിച്ച് വീട്ടിലിരുന്നാൽ പോരാ. ആരാണിതുണ്ടാക്കിയത്? നിങ്ങൾ അന്വേഷിക്കണം. ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്യണം. ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ഇങ്ങനെ ജനമധ്യത്തിൽ താറടിക്കുകയും ജനങ്ങൾക്കിടയിൽ വഷളാക്കുകയും മുജാഹിദ് പ്രവർത്തകരെ തമ്മിൽ തെറ്റിക്കുകയും, ജ്യേഷ്ഠനും അനുജനും തെറ്റ്, ഭാര്യയും ഭർത്താവും തെറ്റ്, ആങ്ങളയും പെങ്ങളും തെറ്റ്, അളിയനും തെറ്റ്, അങ്ങനെ പരസ്പരം വഴക്കടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാന ബന്ധുക്കളെ ആക്കി തീർത്ത് സങ്കടകരമായ അവസ്ഥകൾ മഹല്ലുകളിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാക്കിയത്, അതിനെ പിന്നിൽ പ്രവർത്തിച്ച കുരുട്ടുബുദ്ധിക്കാരനും അതിനൊത്താശ ചെയ്തു കൊടുത്തവരും ആരാണെങ്കിലും അവർക്കെതിരിൽ നിങ്ങൾ ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ റബ്ബിനോട് ദുആ ചെയ്യണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അത് സക്കരിയ സലാഹി ആണെങ്കിൽ സക്കരിയ സലാഹിക്ക് പറ്റിക്കോട്ടെ, ഫൈസൽ മുസ്ലിയാരാണെങ്കിൽ അദ്ദേഹത്തിന് പറ്റിക്കൊള്ളട്ടെ. ഞങ്ങൾക്കതിൽ സംശയമില്ല, തർക്കമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആ പ്രാർത്ഥന ഏൽക്കുമെന്ന് ഭയപ്പാടില്ല. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇത് അനുഭവിച്ചവരും പീഡിപ്പിക്കപ്പെട്ടവരുമാണ്. കുതന്ത്രത്തിന്റെ ഏതറ്റം വരെ പോകാനും തയ്യാറായിക്കൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ പിന്നിലുള്ള ഗുണ്ടാ ടീം ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ വരുതിയിൽ ഒതുക്കി കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടി വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ചേരിതിരിവുണ്ടാക്കാൻ ഇവർ കൊണ്ടുവന്നത് എന്താണെന്നോ? തനിച്ച ശിർക്കാരോപണം. തൗഹീദിനു വേണ്ടി പ്രവർത്തിച്ച മുജാഹിദ് പ്രവർത്തകന്മാരും പ്രബോധകരും ശിർക്കിലേക്ക് പോയി എന്ന പച്ചക്കള്ളം ഇവർ തട്ടിവിട്ടു. ഞങ്ങൾ പലയിടത്തും ചോദിച്ചു, നിങ്ങൾ തെളിവ് തരണം. ശിർക്കിലേക്ക് പോയി എന്നതിന് നിങ്ങൾ തെളിവ് പറയണം. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരും പറഞ്ഞു, ശിർക്കാരോപണമല്ല, വസ്തുതയാണ്. ശരി, എങ്കിൽ ആ വസ്തുത നിങ്ങൾ എന്ത് വേണം? തെളിവ് ധരിച്ചുകൊണ്ട് സമർത്ഥിക്കണം. ഇന്നാലിന്റെ ആളിതാ ശിർക്കൻ വാദം എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കൻ വാദം പ്രചരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ക്ലിപ്പ് കാണിക്കുകയോ ലേഖനം കാണിക്കുകയോ ചെയ്യണം. ഇതുവരെയും ഇവർക്കതിന് സാധിച്ചിട്ടില്ല. എന്നിട്ടും ശിർക്കാരോപണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് തട്ടിവിട്ടത് എന്താണെന്നോ? ശിർക്കൻ വാദങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗം കളവുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ശിർക്കൻ വാദം കൊണ്ടുവരുന്നത് എന്നാണ്. ശിർക്കൻ വാദം കൊണ്ടുവരുന്നു എന്നൊരു നുണ, അതിനുവേണ്ടി കളവ് പറയുന്നു എന്നത് മറ്റൊരു നുണ. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഇത് കള്ളാരോപണം മാത്രമാണ്. ഈ പ്രസ്ഥാനത്തിൽ ആരും തന്നെ ശിർക്കിലേക്ക് പോയിട്ടില്ല. ജിന്നിനെ വിളിച്ച് തേടാമെന്ന് വാദമുള്ള ഒരൊറ്റ മുജാഹിദും പണ്ഡിതനാകട്ടെ പാവരനാകട്ടെ കേരളക്കരയിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഇതെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഈ വസ്തുതയെപ്പോലും, ലളിതമായ യാഥാർത്ഥ്യത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് കുപ്രചരണങ്ങളുടെ പുകമറ സൃഷ്ടിക്കാൻ ഒരു കോക്കസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ആദ്യമായി കാണിക്കാൻ പോകുന്ന ക്ലിപ്പ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി കുറച്ചുകാലം ഇരുന്ന TP അബ്ദുള്ള കോയ മദനിയുടേതാണ്. കഴിഞ്ഞ പിളർപ്പിന്റെ കാലത്ത് മധ്യസ്ഥന്റെ റോളിൽ വന്ന് അവസാനം മധ്യസ്ഥന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മധ്യസ്ഥ പ്രസിഡന്റ് എന്ന നിലക്ക് വന്ന ആളായിരുന്നു. ഇന്ന് അയാളാണ് ഏറ്റവും വലിയ പക്ഷപാതി ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ. അയാള് കഴിഞ്ഞ 2011 ജൂണിൽ ആരംഭിച്ച ജമിയത്തുൽ ഉലമ വിശദീകരണ യോഗത്തിൽ ചെറുക്കാരോപിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. CD ടവറിൽ വെച്ചാ പറയുന്നത്. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ? എഴുതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അണികളിലേക്ക് കടന്നു വന്നു. നഊദുബില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്ര വസ്തുതയായിരിക്കണമല്ലോ. ഞങ്ങൾ പലയിടത്തും ചോദിച്ചു, എവിടെയാണ് TP ആ ചർച്ച ഉണ്ടായത്?
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു ചർച്ച ചാലിയത്താണോ, കടലുണ്ടിയാണോ, ഫറോക്കിലാണോ, എവിടെയാണ് ആ ചർച്ച ഉണ്ടായത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു മുജാഹിദിന്റെ പേര് ഈ ടിപിക്കോ ഈ ടിപിയെ താങ്ങി നടക്കുന്ന കോക്കസിനോ കൊണ്ടുവരാൻ സാധിക്കോ? ഞങ്ങൾ വിവിധ സ്റ്റേജുകളിൽ ആവർത്തിച്ചു വെല്ലുവിളിച്ചു, സാധിച്ചിട്ടില്ല. CD ടവറിൽ വെച്ച് കോഴിക്കോട് ജില്ല കേരള ജംഇയ്യത്തുൽ ആദർശ വിശദീകരണ യോഗത്തിലാണ് ഇയാൾ ഇത് തട്ടിവിട്ടത്. ഇനിയും കേട്ടോളൂ, അതേ യോഗത്തിൽ അയാൾ പുലമ്പുന്ന മറ്റൊരു നുണ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ? അവസാനിപ്പിക്കണം. നമ്മളിവിടെ പാടും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒന്ന് അവസാനിപ്പിക്കണം. അവിടെ അവസാനിപ്പിക്കണമെങ്കിൽ തുടങ്ങിയിട്ട് വേണ്ടേ? ആരാ തുടങ്ങിയത്? എവിടെയാ തുടങ്ങിയത്? കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ ടിപിയെ താങ്ങി നടക്കുന്ന കോക്കസ് നിങ്ങൾ കൊണ്ടുവരണം. ഇതിന് തെളിവ് എവിടെയാണ് ആ ചർച്ച ഉണ്ടായത്? കൊണ്ടുവരാൻ സാധിക്കോ? പച്ച കള്ള തട്ടിവിട്ടത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മുസ്ലിയാർ പറയാണ് കളവുകൾ പറഞ്ഞുകൊണ്ടാണ് ശിർക്കൻ വാദം ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. ആരാ കളവ് പറയുന്നത്? ഇത് ഈ ക്ലിപ്പിട്ടാണ് ഇപ്പൊ ഇന്ന് എതിരാളികൾ കാണിക്കുന്നത്. ജക്കരിയ സലാഹിന്റെ ക്ലിപ്പ് ഞങ്ങൾ ഇടുന്നില്ല, അബ്ദുറഹ്മാൻ സലഫിന്റെ ക്ലിപ്പ് ഞങ്ങൾ ഇടുന്നില്ല. അത് രണ്ട് ചേരിയായി നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിന്റെ ക്ലിപ്പാണ് ഇടുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസിഡന്റാണ്, പറയുന്നത് നിങ്ങളുടെ CD ടവറിൽ നിന്നാണ്. ഇനി ഞങ്ങൾക്ക് എന്തു വേണം തെളിവ് എന്നാണ് എതിരാളികൾ ചോദിക്കുന്നത്. അത് ഞങ്ങളോട് മാത്രമുള്ള ചോദ്യമാണോ? അല്ല, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള ചോദ്യമാണ്. ഒന്നുകിൽ മാനമര്യാദയ്ക്ക് അത് പിൻവലിക്കുക, ഞാൻ ആ പറഞ്ഞത് തെറ്റായി പോയിരുന്നു എന്ന് പറയുക. വാസ്തവത്തിൽ അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വളർച്ചയിൽ അസൂയ പൂണ്ട ജിന്നും ശൈത്താനും പറഞ്ഞു വഴിമുടക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ നിരാശപ്പെട്ട മടവൂരികൾ KKP അബ്ദുള്ള എന്നൊരു ചാരനെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടത്തിവിട്ടു. മടവൂരികൾ കൊണ്ട് നടന്നിരുന്ന കള്ള ക്ലിപ്പുകളുള്ള CD, കട്ടുമുറിച്ച ക്ലിപ്പുകളുടെ CD, ജിന്നും ശൈത്താനും പറയുന്ന CD 40ഓളം പണ്ഡിതന്മാരെ കാണിച്ചു കൊടുത്തു. TPയെ പോലുള്ളവരൊക്കെ അത് കണ്ട് വിശ്വസിച്ചതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കള്ള ക്ലിപ്പ്, 1/2 മിനിറ്റ് 1 മിനിറ്റ് ക്ലിപ്പ് കണ്ടാൽ ആദർശം മാറുന്നതാണോ നമ്മുടെ ആദർശം? ഇന്ന് കമ്പ്യൂട്ടറിനെ കുറിച്ചും ക്ലിപ്പിനെ കുറിച്ചുമൊക്കെ സാമാന്യ വിവരമുള്ള സാധാരണക്കാർക്ക് പോലും അറിയാം 1/2 മിനിറ്റും 1 മിനിറ്റും ക്ലിപ്പ് കണ്ടാൽ ഒരാളുടെ വിശ്വാസം എന്താ, വാദം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റൂല. എന്നാൽ അങ്ങനെയുള്ള കള്ള ക്ലിപ്പുകൾ കണ്ട് തെറ്റിദ്ധരിച്ചവരാണ് ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ന്യായമായിരുന്നോ ചെയ്തത്? സത്യസന്ധമായിരുന്നു അവരുടെ നിലപാട്? ഒരിക്കലുമല്ല. സുഹൃത്തുക്കളെ, ആരാണ് KKP അബ്ദുള്ളക്ക് ഈ സഹായം ചെയ്തു കൊടുത്തത്? 40ഓളം പണ്ഡിതന്മാർക്ക് ഈ കട്ടുമുറിച്ച ക്ലിപ്പിങ്ങിന്റെ CD കാണിച്ചു കൊടുക്കാൻ സൗകര്യം ചെയ്തു തന്നത് അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നുവെന്ന് KKP അബ്ദുള്ള എന്ന ചാരൻ തന്റെ സുഹൃത്തിനോട് പറയുന്ന ഫോൺ ക്ലിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, ഓര് നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ലല്ല, അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ പൊരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവം ഉണ്ട്. അത് ശരി. എന്നുവെച്ചാല് മൂപ്പര് എന്നെ കൊണ്ട് ഓരോരുത്തരെയും പിടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഓരോരുത്തരും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും ഇവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് MM ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചോനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പം സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാളെ ഇടപെട്ടിട്ടാണ്. TP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെത്തി ഇങ്ങനത്തെ വിളിക്കും, അവിടെ എത്തി, എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ,
എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തി ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുന്ന വെച്ച് പറയാറില്ല. അടുത്ത് ഈ വിഷയത്തില് വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സെലഫിനോട്. എങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലും മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ് നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല നിലക്കാണ്. പിന്നെ മൂപ്പര് അത് പറയലുണ്ട്, ഫോണിൽ പറയണ്ടേയില്ല, ഫോൺ ചോർത്ത വരെ ചെയ്യാലോ. അല്ല മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എടുത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 10-50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് വരികയാണ്. അല്ലേ ഞാനെന്താണോ എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൂപ്പര് മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരുടെ സ്ഥാനം. അല്ല അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാ അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത് എത്രത്തോളം ഹനീഫിനടക്കം അങ്ങോട്ട് കൊണ്ടുവരുത്തിച്ചത് മൂപ്പരല്ലേ? അതില് നമ്മളെന്തിനാ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതി വെക്കുകയും ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാം എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകി പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നീണ്ട ഫോൺ ക്ലിപ്പാണ്, മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട് തൻ്റെ പഴയൊരു സുഹൃത്തിനോട്. പഴയ സുഹൃത്ത് നേരത്തെ ഈ പ്രസ്ഥാനത്തിൽ ഒരു ചാരപ്പണി നടക്കുന്നു, അതിലൊരു കണ്ണിയാണ് ഈ പറഞ്ഞ KKP അബ്ദുള്ള എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ സലഫിയെക്കാളും KKPയെക്കാളും ഈ പ്രസ്ഥാനം തകരരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് ഇയാൾ ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്തതാ. 10-60 പണ്ഡിതന്മാരെ മടപൂരികൾ ഇറക്കിയ കള്ളക്ലിപ്പിന്റെ CD കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ സഹായിച്ചത് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി ആയിരുന്നു. നേതാക്കന്മാരെ വാങ്ങിയിട്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കൊടുക്കും, ഇത്ര മണിക്കെങ്കിലും അവിടെ CD കൊണ്ട് ചെല്ലണം. എന്നിട്ട് ഈ കള്ളക്ലിപ്പിന്റെ CD കേട്ടിട്ട് എന്താണ് ഈ കള്ളക്ലിപ്പിന്റെ CD ഉള്ളത്? സക്കരിയ സലാഹിയും അതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലരും ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് ബോധ്യപ്പെടുത്തുക, അതിനുവേണ്ടിയായി കള്ളക്ലിപ്പിന്റെ CD കൊണ്ടുപോകുന്നു. ഈ കട്ടുമുറിച്ച ക്ലിപ്പ് ഖുറാഫികളെ പണിയല്ലേ, ഇത് കാണാൻ ഞങ്ങളെ കിട്ടൂല, നിങ്ങൾ ഭിന്നിപ്പിക്കാൻ വന്നവരാണ് എന്ന് പറയേണ്ടതിനു പകരം അത് വിശ്വസിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിൽ ഇതുവരെ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരെ തെറ്റിദ്ധരിക്കുകയാണ്. KKP അബ്ദുള്ള എന്ത് ചെയ്തു? അടുത്ത കാലത്ത് മടവൂരിയിലേക്ക് പോയി. അപ്പൊ മറ്റൊരു ചാരൻ ഇങ്ങോട്ട് കയറി വന്നു, അവനാണ് നാസർ സുല്ലമി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 2010 വരെയും മടവൂരിസത്തിന് വേണ്ടി വാദിച്ച, മടവൂരിസത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ അവർ നാഷണൽ കമ്മിറ്റിയുടെ പ്രധാന ഓർഗനൈസർ ആയിരുന്ന നാസർ സുല്ലമി അയാൾ ഇങ്ങോട്ട് വന്നു. അയാൾക്ക് ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. അതേ മടവൂരിസപ്പ് എവിടെയും പ്രസംഗിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തനിച്ച മടവൂരി ആശയക്കാരൻ അയാൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ മടവൂരിസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കൊണ്ടുവന്ന ഇവിടെ 4 മണിക്കൂറാണ് ഇത്ര മോങ്ങത്തുകാർക്ക് മടവൂരിസം പഠിപ്പിക്കാൻ ഈ സുല്ലമിയെ കൊണ്ടുവന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്നുണ്ടായ പിളർപ്പിലേക്ക് നയിച്ച ചാരപ്പണി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചാരപ്പണിക്ക് നേതൃത്വം കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അയാളാണ് ഈ കള്ളക്ലിപ്പിന്റെ സീഡിയുമായിട്ട് KKP അബ്ദുള്ളയും കൂട്ടരെയും പറഞ്ഞയച്ചിട്ട് അവർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തത്. പിന്നെ CD ടവർ നടന്നൊരു ഗ്രൂപ്പ് മീറ്റിംഗ് 2011 ജൂണിൽ CD ടവറിൽ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു. അതും ഇയാൾ പറയുന്നുണ്ട്, അതിന് സമയമില്ലാത്തതുകൊണ്ട് കേൾപ്പിക്കാതെ. ആദ്യം പയ്യന്നൂരിൽ ചേർന്ന് ഗ്രൂപ്പ് മീറ്റിംഗ്, പിന്നെ CD ടവറിൽ. ആരൊക്കെ അതിൽ പങ്കെടുത്തത്? അബ്ദുറഹ്മാൻ സലഫിയും അബ്ദുൾ റസാഖ് ബാഖവിയും നാണി ഹാജി, ചങ്ങര അബ്ദുള്ള ഹാജി, കോഴിക്കോട്ടെ അബ്ദുൽ ഖാദർ ഹാജി,
പിന്നെ അനീഫ് കായക്കോടി, അനസ്, ഈ പറഞ്ഞ KKP അബ്ദുള്ള, അവന് മഞ്ഞ പുസ്തകം എഴുതാൻ സഹായിച്ച തലശ്ശേരിയിലെ സിദ്ദീഖ്, അതുപോലെ തന്നെ അവിടെ കാസർഗോട്ടുള്ള ഹാരിസ്, ഈ പറഞ്ഞ ആളുകള്, MT അബ്ദുൽ സമദ് സുല്ലമി, മായിൻകുട്ടി സുല്ലമി, KV അബ്ദുൽ ലത്തീഫ് മൗലവി, നിമത്തുള്ള ഫാറൂഖി, ഇങ്ങനെ ഇവരെ തനിച്ച ഗ്രൂപ്പ് നേതാക്കന്മാരാണ് അവിടെ മീറ്റിംഗ് കൂടിയത്. മീറ്റിംഗ് നടക്കുമ്പോൾ കുട്ടികൾ അപ്പുറത്ത് ചേംബറിൽ ഇരിക്കുന്ന AP-യോട് ചോദിച്ചത് എന്താ മീറ്റിംഗ്, ഞാനറിയില്ല. TP അവിടെ ഇല്ല, ഫോൺ ചെയ്തു ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, ഞാനറിയില്ല. എന്നിട്ട് അവരവർ പലതരം വാദിച്ച് അവിടെ വെച്ചാണ് അവർ തീരുമാനിക്കുന്നത്, അടുത്ത ഇലക്ഷനിൽ നമുക്ക് ജിന്ന് വിഭാഗം എന്ന വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രചാരണം നടത്തേണ്ടതുണ്ട്. യോഗം കഴിഞ്ഞിട്ട് നേരെ പോയത് ടീപ്പിന്റെ വീട്ടിലേക്ക്. ഒന്നാമത്തെ ഡിമാൻഡ് ജക്കരിയ സലാഹിയെ പുറത്താക്കണം. ഈ CD ടവർ ഗ്രൂപ്പ് മീറ്റിംഗും ഈ ചാരപ്പണിക്കും ഒക്കെ നേതൃത്വം കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയും നൂർഷയുമായിരുന്നു. അവരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ പിളർത്തുന്നതിൽ മുമ്പിൽ നിന്നവർ. AP-യും TP-യും ഒക്കെ വേണ്ട ഒത്താശകളും ലെറ്റർ പാഡും സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും പ്രധാന പണിയെടുത്തത് ഇവർ രണ്ടാളുമാണ്. അത് സുഹൃത്തുക്കളെ ഇന്ന് അങ്ങാടിപ്പാട്ടായ കാര്യമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ മറ്റ് സംഘടനകൾക്കുമൊക്കെ ഈ കാര്യം അറിയാം. ഈ കുതന്ത്രത്തിന്റെ മുമ്പിൽ നടന്നവർ ഇവരാണ് എന്ന്. ഒരു ദീനീ സംഘടനയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ജക്കരിയ സലാഹി ഇപ്പൊ സംഘടന പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ജക്കരിയ സലാഹി വിശദീകരണം കൊണ്ട് ഇറങ്ങിയത് കൊണ്ടാണ് സംഘടനയ്ക്ക് വിശദീകരിക്കേണ്ടി വന്നത് എന്നാണ് നമ്മുടെ TP അബ്ദുൽ കോയ മദനി പല സ്ഥലത്ത് വെച്ചും പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയാണോ? ജക്കരിയ സലാഹി വിശദീകരണത്തിന് ഇറങ്ങിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി മാത്രമാണ്. ഏതാണ്ട് ഒരു മാസേ ആയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ നടത്തുന്ന വിശദീകരണ യോഗങ്ങളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ ചേരിതിരിച്ചും എന്നെ പോലെയുള്ള ആളുകൾ ആക്ഷേപിച്ചും ഒരു വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് ഏകപക്ഷീയമായ വിശദീകരണം. ജമിയത്തുൽ ഉലമയുടെ ആദർശമാണെങ്കിൽ ഈ മൂവർ സംഘം മാത്രം വിശദീകരിച്ചാൽ മതിയോ? അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും അല്ലാതെ വേറെ ആർക്കും വിശദീകരിക്കാൻ പറ്റൂല ഇത്? ജമിയത്തുൽ എക്സിക്യൂട്ടീവിൽ തന്നെ എത്ര ആളുകളുണ്ട്? ഫത്വ ബോർഡിൽ എത്ര ആളുകളുണ്ട്? അവരൊക്കെ കൂടിയാൽ ഒരേ സമയത്ത് 10ഓ 20ഓ മീറ്റിംഗ് കേരളത്തിൽ നടത്താൻ പറ്റും. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു പുതിയ ആദർശം അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടിയും അനസും കൂടി മെനഞ്ഞുണ്ടാക്കിയ ഒരു പുതിയ തൗഹീദും ഒരു പുതിയ ആദർശവും അതാണ് ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പറയണമെങ്കിൽ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞു സമർത്ഥിക്കുന്ന മീറ്റിങ്ങുകൾ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? 2011 ജൂണിലാണ് തുടങ്ങിയത്. 2011 ജൂണിൽ CD ടവർ നടന്നൊരു ഗ്രൂപ്പ് മീറ്റിംഗിന് ശേഷമാണ് ഒരു വിഭാഗത്തെ ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് നമുക്ക് വിശദീകരണം നടത്തണം എന്ന് തീരുമാനിച്ചത്. കാരണം 2011 ആഗസ്റ്റിൽ KNM-ന്റെ ഇലക്ഷൻ വിജ്ഞാപനം പുറത്തു വരാൻ പോവാണ്. 2012 ജനുവരിയിൽ നിലവിൽ വരുന്ന KNM കമ്മിറ്റി ഉണ്ടാകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഇലക്ഷൻ പ്രചരണം എന്ന നിലക്കാണ് ആ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ആ യോഗങ്ങളിൽ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ജിന്നിനെയും മലക്കനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ആരോപണം അവർ ശക്തിയായി ഉന്നയിക്കുകയും ആളുകളെ ചേരിതിരിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ എല്ലാ യൂണിറ്റിലും മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. എന്താ? ഇവിടെ വിശദീകരണം നടന്നിട്ടില്ല. എന്നിട്ട് ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു. ഒക്ടോബർ 14 KJU വിശദീകരണം. ആ വിശദീകരണം കഴിഞ്ഞ് ആളുകൾ പിരിയുന്നത് 2 മനസ്സുമായിട്ടാണ്. അങ്ങനെ യൂണിറ്റിൽ വന്ന് ചേരിതിരിവുണ്ടാവുകയാണ്. എല്ലായിടത്തും ചേരിതിരിവുണ്ടാക്കി. വാസ്തവത്തിൽ ഗുരുതരമായ ഈ ശിർക്കാരോപണം, ആ ശിർക്കാരോപണത്തിന്റെ ഗൗരവം എത്രയാണെന്ന് അവർ മനസ്സിലാക്കണം. ഒരാളുടെ പേരിൽ നാം ശിർക്കാരോപിച്ചാൽ അയാൾ ചെയ്യുന്നത് ശിർക്കല്ലെങ്കിൽ, അയാൾ വിശ്വസിക്കുന്നത് ശിർക്കല്ലെങ്കിൽ അത് ആരോപിച്ചവരിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് ഹദീസ്. ഇവിടെ കേരളത്തിലെ സമസ്തക്കാർ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ് നമ്മൾ അതിന് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. എമ്പാടും തെളിവുകൾ വാദപ്രതിവാദത്തിലൂടെയും ഖണ്ഡന പ്രസംഗത്തിലൂടെയും. മാത്രമല്ല അവർ തന്നെ പറയുന്നു, ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്യത്തീൻ ശൈഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടുന്നത് അത് ശിർക്കല്ല, അത് സുന്നത്താണെന്ന് ചിലർ, അല്ല ജായിസാണെന്ന് വേറെ ചിലർ. അപ്പൊ അത് സുന്നികളും പറയുന്നത് ശിർക്കാരോപണം എന്നല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കും. സുന്നികൾ പറയും പോലെയല്ല. നമ്മളെ കുറിച്ച് ഇവർ ആരോപിക്കുന്നത് ഇതുവരെയും ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ 2012 വരെയും ശിർക്കല്ലാത്ത ഒരു കാര്യം ഇപ്പോൾ പുതിയ ശിർക്കായിരിക്കാണ്. വാസ്തവത്തിൽ ഈ ആരോപണം ഇന്ന് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണം, എന്നെ പോലെയുള്ള മുജാഹിദ് പ്രവർത്തകർ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ശിർക്ക് ആരോപണം
2002 മുതൽ ഹുസൈൻ മടവൂരിന്റെ കൂടെ പോയ ആളുകൾ ഉന്നയിച്ച് പരാജയപ്പെട്ടത്. 35 പേരെ പുറത്താക്കി പിറ്റേന്ന് കൊടുത്ത പത്രവാർത്തയിൽ എന്താ ഉണ്ടായിരുന്നത്? ജിന്നു സേവയിലേക്കും പിശാച് പൂജയിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പൊ ജിന്നു സേവയിലേക്ക് പോയി, പിശാചിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹിദുകൾ പോയി എന്ന് 2002 ആഗസ്റ്റ് മുതൽക്ക് മടവൂർ വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നു. 2006 സെൻസിംഗിന് കൊടുത്ത അഭിമുഖത്തിൽ അബ്ദുസ്സലാം സ്വല്ലമി ഉറപ്പിച്ചു പറഞ്ഞു മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്ന്. 2007 ഏപ്രിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ഇസ്ലാഹിൽ വന്നപ്പോൾ അബ്ദുസ്സലാം സ്വല്ലമിയും കരിമ്പലാക്കലും മലിമദനിയും ഇവിടുത്തെ മാതിരി അവിടെയുണ്ട് ഒരു മൂവർ സംഘം. ആ മൂവർ സംഘം ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതാ ശിർക്കിലേക്ക് പോയി, ശിർക്ക് തന്നെ. അന്ന് തുടങ്ങിയ ആരോപണം അന്ന് നമ്മൾ ഒന്നിച്ചു നേരിട്ടു. KNMന്റെ ബാനറിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നേരിട്ടു. ഇല്ല, അതിൽ ശിർക്കില്ല, ആ എഴുതിയത് ശിർക്കല്ല. അങ്ങനെ 2012 അബ്ദുസ്സലാം സ്വല്ലമി അന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു കൂട്ടർ ഏറ്റെടുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ശിർക്കാൻ അന്ന് മനസ്സിലായി. ഇവർക്ക് 5 കൊല്ലം കഴിയേണ്ടി എന്ന് മനസ്സിലാകാൻ. അപ്പൊ ഇനി സലാം സ്വല്ലമിന്റെ ദർസിൽ പോയി പഠിച്ചോട്ടെ അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടി അനസും ഒക്കെ. കാരണം അയാൾ 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഇവരിപ്പോ പറയണത് ഈ 5 കൊല്ലവും പറഞ്ഞു ശിർക്കല്ല മടവൂരികളെ, അത് കുബൂരികൾ ഏറ്റെടുത്തപ്പോ പറഞ്ഞു ശിർക്കല്ല കുബൂരികളെ എന്ന്. ഇപ്പൊ അതേ ആളുകൾ പറയാണത് ശിർക്കാണ് സമ്മതിച്ചില്ലെങ്കിൽ സംഘടനയിൽ പുറത്താക്കും. അതപ്പോ എനിക്കുണ്ടായത് പഴയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. പുതിയ ഭേദഗതി 2002 പുതിയ തൗഹീദ് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സുഹൃത്തുക്കളെ എനിക്കതിൽ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്.